ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാളത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ആദ്യം കാണിക്കുന്നത് ദേവുവിനെയും ദേവുവിൻ്റെ അമ്മയുടെയും പൂക്കടയാണ്. അവിടേക്ക് ശരത്ത് വരുവാണ് കാശും കൊണ്ടൊക്കെ. എന്നിട്ട് കാശ് കൊടുക്കുമ്പോഴേക്കും അമ്മയുടെ കൈ കൊടുക്കുമ്പോഴേക്കും അമ്മ മേടിക്കുന്നില്ല. ഇത് ആൻ്റണിയുടെ കയ്യിലുള്ള പൈസയല്ലേ, ഞങ്ങൾക്ക് വേണ്ടെന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, അമ്മ ഇത് ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ കാശാണ്, അല്ലാതെ ആൻ്റണി വെറുതെ തരുന്നതൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കൈ കൊടുക്കുന്നുണ്ട്. പക്ഷെ അമ്മ മേടിക്കുന്നില്ല, ഞങ്ങൾക്ക് അവരുടെ കാശൊന്നും വേണ്ട എന്ന് പറയുവാണ് ദേവും അമ്മയും. അപ്പോൾ ശരത്ത് അവിടെ വെച്ചിട്ടും പോകുവാണ്. എന്നിട്ട് കാശ് ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ്, അല്ലാണ്ട് ആൻ്റണിയുടെ കാശൊന്നല്ല എന്ന് പറഞ്ഞ് അവിടെ വെക്കുവാണ് കാശ്. അപ്പോൾ ഇവരുടെ പൂക്കടയിലോട്ട് രേവതി വരുവാണ്. അമ്മയെന്നൊക്കെ വിളിച്ച് വളരെ സന്തോഷത്തിലോട്ട് വരുവാണ്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, സച്ചി വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ശരത്ത് പറയും, സച്ചിയേട്ടൻ എന്തിനാ വരുന്നത്? പറയും, പിന്നെ എന്താടാ സച്ചിയേട്ടൻ വരുന്നൂടെ? അപ്പോൾ പറയും, ചേച്ചിയോട് തന്നെ സച്ചിയേട്ടൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ കാണാൻ വരരുതെന്നല്ലേ. അപ്പോൾ ദേവു പറയുന്നുണ്ട്, ഞങ്ങളെയല്ല നിന്നെ കാണാൻ വരരുതെന്നാണ് സച്ചിയേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, അങ്ങനെയുള്ള ഒരാൾ ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ അമ്മ ചീത്ത പറയുന്നുണ്ട്, എടാ പഴയ കാര്യങ്ങളൊക്കെ ഇനി വിട്, നീ ഇനി അതന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, സച്ചിയേട്ടനോട് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നതൊക്കെ നിർത്തി. ഇപ്പോഴാ സച്ചിയേട്ടൻ ഒന്ന് പഴയതുപോലെ മിണ്ടി തുടങ്ങിയതും എന്നോട് പഴയ പോലെ പെരുമാറാൻ തുടങ്ങിയതൊക്കെ. ഇനി ഞാൻ അതൊക്കെ നിർത്തി. ആൻ്റണിയുടെ കൂടെയുള്ള സഹവാസം ഇവൻ എവിടെ കൊണ്ടുപോയി നിർത്തുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ആൻ്റണി കാരണം നിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയെന്നൊക്കെ പറയുമ്പോഴേക്കും ശരത്തിന് വീണ്ടും ദേഷ്യം വരുന്നുണ്ട്. ആൻ്റണിക്ക് എന്താ കുഴപ്പം? എന്നെ ഉപദേശിക്കാൻ പറഞ്ഞ് വീണ്ടും സച്ചിയേട്ടൻ നിങ്ങളെ ഇങ്ങോട്ടേക്ക് വിട്ടതാണോ എന്നൊക്കെ പറയുമ്പോൾ രേവതി ചീത്ത പറയുന്നുണ്ട്. പിന്നെ സച്ചിയേട്ടൻ ഇപ്പം അതൊന്നും പറയാറില്ല, ഇത് ഞാനായിട്ട് തന്നെ പറഞ്ഞതാന്ന് പറഞ്ഞിട്ട് രേവതി ചീത്ത പറയുന്നുണ്ട് ശരത്തിനെ നല്ലവണ്ണം തന്നെ. അപ്പോൾ അമ്മ പറയും, വിട് രേവതി, അവൻ പറഞ്ഞാലൊന്നും കേൾക്കാൻ പോകുന്നില്ല. നീ വിളിച്ചപ്പോൾ വീട്ടിലെന്ത് വിശേഷം നടക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ, എന്താണെന്നൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി അതിൻ്റെ വിശേഷങ്ങളും പറയുന്നുണ്ട്. ശ്രുതിയുടെയും വർഷയുടെയും താലിമാറ്റൽ ചടങ്ങ് ഒന്നിച്ചാണ് നടത്തുന്നത്, ഒരു വലിയ ഹാളെടുത്താണ് നടത്തുന്നതെന്നൊക്കെ പറയും. അച്ഛൻ നിങ്ങളെ വിളിക്കാൻ പറഞ്ഞതാ, പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, അന്ന് സച്ചേട്ടനെ തന്നെ വിളിക്കാത്ത പരിപാടിക്ക് എൻ്റെ വീട്ടുകാരെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ഞങ്ങളൊന്നും പോകുന്നില്ല എന്നും പറഞ്ഞ ഒറ്റ വാശിപ്പുറത്താണ് പിന്നെ സച്ചിയേട്ടൻ വരാമെന്ന് തീരുമാനിച്ചത് തന്നെ. അപ്പോൾ ഇനി ആ ചടങ്ങിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ അറിയാലോ അമ്മയുടെ സ്വഭാവം, അമ്മ ആ കുറ്റങ്ങളെല്ലാം നിങ്ങളുടെ തലയിൽ കെട്ടിവെക്കും, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കണ്ടെന്നൊക്കെ പറഞ്ഞതെന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അപ്പോൾ ദേവ് പറയുന്നുണ്ട്, ചേച്ചിക്ക് ഞങ്ങളെ വിളിക്കാൻ നാണക്കേടായതുകൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അങ്ങനെയല്ലടി, ഞാൻ പറഞ്ഞില്ലേ കാര്യം, അമ്മയുടെ സ്വഭാവം അറിയാലോ, എന്തെങ്കിലും കിട്ടിയാൽ അത് നിങ്ങളുടെ തലയിൽ ഇടും, അതെനിക്ക് ഉറപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തതെന്നൊക്കെ രേവതി പറയുന്നുണ്ട്. എന്തായാലും വീട്ടിൽ ഇത്രയും വലിയൊരു വിശേഷം നടക്കുമ്പോൾ അവരെ വിളിക്കേണ്ടതായിരുന്നു രേവതി. ശരത്തപ്പ പറയുന്നുണ്ടായിരുന്നു, പിന്നെ അച്ഛൻ പറഞ്ഞ ഇപ്പം തന്നെ ഞങ്ങളെ വിളിക്കും. അപ്പോൾ രേവതി പറഞ്ഞു, ഇല്ല അച്ഛൻ പറഞ്ഞതാ നിങ്ങളെ വിളിക്കാമെന്ന്, ഞാൻ പറഞ്ഞതുകൊണ്ടാണ് വിളിക്കാണ്ടിരുന്നതെന്ന് പറയുമ്പോൾ ശരത്ത് തർക്കിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ വീട്ടിലെ ആ അമ്മ ചന്ദ്രാമ്മ ഇപ്പം തന്നെ ഞങ്ങളെ വിളിക്കാൻ സമ്മതിക്കും. വർഷ എന്ന് പറയുന്നത് വലിയ കോടീശ്വരൻ്റെ വീട്ടിലെ മോളല്ലേ, അവരുടെ പരിപാടിക്കൊക്കെ ഞങ്ങളെ വിളിക്കുന്നത് നാണക്കേടല്ലേ, ഞങ്ങൾ പൈസ ഇല്ലാത്തവരല്ലേ, അതേസമയം ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ വന്ന് അവർ വിളിച്ചാൽ, അവർ പൈസക്ക് വില കൊടുക്കുന്നവരാ. അപ്പോൾ രേവതി പറയാം, അങ്ങനെയൊന്നും ഇല്ലടാ. അപ്പോൾ ശരത്ത് തർക്കിക്കുന്നുണ്ട്, ഇല്ല ചേച്ചി, പൈസയാണ് എല്ലാം, പൈസ ഉണ്ടെങ്കിലേ നമുക്ക് വിലയുള്ളൂ എന്നൊക്കെ ശരത്ത് പറയുവാണ്. രേവതി പറയുന്നുണ്ട്, പൈസ നമുക്ക് ജീവിക്കാനുള്ളത് മാത്രം മതി, നമുക്ക് അന്തസ്സും അഭിമാനമാണ് വേണ്ടതെന്ന് പറയുമ്പോൾ ശരത്ത് പിന്നെയും പറയുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് അഭിമാനം ഉള്ളതുകൊണ്ട് വീട്ടിലിപ്പോൾ നല്ല മര്യാദയല്ലേ കിട്ടുന്നത്, ഒന്ന് പോയ ചേച്ചി, പൈസ ഉണ്ടെങ്കിലേ വിലയുള്ളൂ, ഞാൻ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി നല്ല വിലയുള്ളവനായിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് പോകുവാണ്. അപ്പോൾ രേവതി അമ്മയോട് പറയുന്നുണ്ട്, എന്താ അമ്മ ഇവൻ്റെ സ്വഭാവമൊക്കെ നല്ലോണം മാറിയല്ലോ എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, നീ അതൊന്നും ശ്രദ്ധിക്കണ്ട, അവനിപ്പോൾ കുറച്ച് നാളായിട്ട് അങ്ങനെ തന്നെ, അവനെ ഞാൻ മാറ്റിയെടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ആ ഭാഗം അവിടെ നിർത്തുവാണ്. പിന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ ബ്യൂട്ടി പാർലറാണ്. അവിടെ നമ്മുടെ ശ്രുതിയുടെ അമ്മ വരുവാണ്. ശ്രുതിയുടെ അമ്മയെ കണ്ടതും ശ്രുതി എളുപ്പം അമ്മയും വിളിച്ച് ഉള്ളിലോട്ട് കയറി പോകുവേ. എന്നിട്ട് പുറത്തുള്ള റിസപ്ഷനിസ്റ്റിനോട് പറയും, ഇനി ആര് വന്നാലും അകത്തോട്ട് കയറ്റി വിടരുത്, എന്നോട് ചോദിച്ചിട്ട് വേണം ആരെ ആയാലും അകത്തോട്ട് വിടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വാണിങ്ങൊക്കെ കൊടുത്തിട്ടാണ് ശ്രുതി അമ്മയും വിളിച്ച് അകത്തോട്ട് പോകുന്നത്. എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ ഞാൻ മീരയുടെ വീട്ടിലിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ, അമ്മ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്, മോന് നാളെ പരീക്ഷ തുടങ്ങുവാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ പോവും, അതുകൊണ്ടാണ് ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് വന്നത്, നിന്നെ കണ്ടിട്ടും പോകാമല്ലോ എന്നൊക്കെ ഓർത്തു, നാളെയല്ലേ നിൻ്റെ ചടങ്ങ് എന്നൊക്കെ പറഞ്ഞ് ചടങ്ങിൻ്റെ വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആ വലിയ ഹോളെടുത്താണ് നടത്തുന്നത്, നല്ല ഗംഭീരമായിട്ടാണ് നടത്തുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മക്ക് ഭയങ്കര സങ്കടമാണ്, കാരണം അമ്മക്ക് കല്യാണം കൂടാൻ പറ്റില്ല, ഇതിനെങ്കിലും കൂടട്ടെ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി സമ്മതിക്കുന്നില്ല. വേണ്ട അമ്മ, അമ്മ വന്നാൽ പ്രശ്നമാവും, അല്ലെങ്കിൽ തന്നെ അമ്മ ആർക്കും അവിടെ കാര്യമല്ലല്ലോ, അമ്മ വരണ്ടെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. എന്നിട്ട് അമ്മ കൊണ്ടുവന്ന കാശ് കൊടുക്കുവാണ് ശ്രുതിയുടെ കയ്യിൽ. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, അമ്മയുടെ കയ്യിൽ എന്താ ഇത്രയും കാശെന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മ
പറയും അത് പിന്നെ സ്വർണ്ണം ഉണ്ടായിരുന്നില്ലേ, അത് ഞാൻ വിറ്റു എന്ന് പറയും. അപ്പോൾ ശ്രുതി ചോദിക്കും അമ്മയുടെ കയ്യിൽ ഏത് സ്വർണം? അല്ല, നിൻ്റെ ആദ്യ കല്യാണത്തിലെ താലിമാല അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ കൊണ്ടുപോയി വിറ്റു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് ഇമോഷണൽ ആവുകയെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തു പോവും. അപ്പോൾ അമ്മ പറയുന്നുണ്ട് നീ അതിനെപ്പറ്റിയൊന്നും ആലോചിക്കണ്ട, ഇപ്പോൾ നിനക്ക് പൈസക്കല്ല ആവശ്യം, അത് അവിടെ ഇരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വിറ്റതാണ്, അതുകൊണ്ട് ഈ കാര്യമെങ്കിലും നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ആ പൈസ ശ്രുതിയെ ഏൽപ്പിക്കുവാണ്. ഈ ടൈമിലാണ് പുറത്ത് നമ്മുടെ ചന്ദ്ര വരുന്നത്. ചന്ദ്ര പുറത്ത് നിൽക്കുന്ന പെണ്ണിനോടൊക്കെ പറയും ശ്രുതി ഇല്ലെന്ന് ചോദിക്കുമ്പോൾ അകത്തുണ്ടെന്ന് പറയും. അപ്പോൾ ചന്ദ്ര കയറാൻ പോകുമ്പോഴേക്കും അവർ തടയുവേ. ശ്രുതി മാം പറഞ്ഞിട്ടുണ്ട് ആര് വന്നാലും ചോദിച്ചിട്ടേ വിടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ചന്ദ്ര പറയും എന്നാൽ പോയി ചോദിക്കുമെന്ന് പറയും. അപ്പോൾ അവരകത്ത് പോയിട്ട് ശ്രുതിയോട് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര ടെൻഷനാവുകയും ശ്രുതി പറയും ഇതാണ് ഞാൻ അമ്മയോട് വരണ്ടെന്ന് പറഞ്ഞത്, കണ്ടില്ലേ ആൻറ്റി അങ്ങനെ വരാത്തതാണ്, ഇന്ന് വരികയും ചെയ്തു, ഞാൻ ഇനി എന്ത് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് ശ്രുതി ഭയങ്കര ടെൻഷനാണ്. കാരണം ചന്ദ്ര ഇവരെ കണ്ട പ്രശ്നമാകുമല്ലോ. അപ്പം അമ്മ പറയുന്നുണ്ട് അതിന് നിൻ്റെ ചന്ദ്ര ആൻറ്റിക്ക് എന്നെയൊന്നും ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ ശ്രുതി പറയും അവർക്ക് നല്ല ഓർമ്മയാണ്, അമ്മയെ കണ്ട പ്രശ്നമാവും, ഞാൻ ഇനി എന്ത് ചെയ്യുന്നൊക്കെ ശ്രുതി ടെൻഷൻ അടിക്കുവാണ്. അപ്പോൾ ഈ പെണ്ണാണെങ്കിൽ റിസപ്ഷനിസ്റ്റ് പെണ്ണാണെങ്കിൽ പുറത്ത് പോയിട്ട് ചന്ദ്രയോട് പറയും 2 മിനിറ്റ് വെയിറ്റ് ചെയ്യും മാം, അകത്തൊരു പണിയിലാണെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്ര പറയും പണിയിലോ, ഞാൻ അവളുടെ അമ്മായിയമ്മയാണ്, എനിക്ക് അവളെ ഇപ്പം തന്നെ കാണണം എന്ന് പറഞ്ഞ് വേറെ വഴി കൂടി അകത്തോട്ട് പോകുവാണ് കേട്ടോ. അകത്തോട്ട് പോകുമ്പോഴേക്കും ശ്രുതി എന്ത് ചെയ്യുന്നറിയോ, ആ ടൈമിൻ്റെ ഉള്ളിൽ ശ്രുതിയുടെ അമ്മയും മറ്റേ മുഖത്ത് ഫേഷ്യലൊക്കെ ചെയ്ത് കണ്ണിൽ കുക്കുംബറൊക്കെ വെച്ചിട്ട് അത് വെക്കുമ്പോഴേക്കും ആളെ മനസ്സിലാവില്ലല്ലോ. അങ്ങനെ ഒരു കസേരയിൽ കയറ്റി ഇരുത്തുവാണ്. അപ്പോൾ ചന്ദ്ര വരുമ്പോഴേക്കും കസ്റ്റമർ ആണെന്ന് ഓർക്കുവേ. അങ്ങനെ ശ്രുതിയോട് സംസാരിക്കുവാണ്. ശ്രുതിനോട് സംസാരിക്കും എന്താ ശ്രുതി നീ ഇവിടെ എന്നെ കയറ്റി വിടണ്ടെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ശ്രുതി പറയും അയ്യോ അതിന് ആൻറ്റിയാണെന്ന് ഇവർ പറഞ്ഞില്ല, നിങ്ങൾക്ക് എന്നോടൊന്ന് പറയാമായിരുന്നില്ലേ ആൻറ്റിയാ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ റിസപ്ഷനിസ്റ്റ് പറയാൻ പോകുമ്പോഴേക്കും ശ്രുതി തടയുവേ. ഞാൻ ആൻറ്റിയാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ വിട്ടാനായിരുന്നു, എന്താ ആൻറ്റി ഇങ്ങോട്ടേക്കെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് എനിക്ക് നല്ല മസിൽ വേദന, അപ്പോൾ ഇതിലേ കൂടി പോയപ്പോൾ ഒന്ന് മസാജ് ചെയ്തിട്ട് പോകാമല്ലോ എന്നൊക്കെ ഓർത്ത് വന്നതാണെന്നൊക്കെ പറയും. എന്നിട്ട് ശ്രുതിയുടെ അച്ഛന് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്, ശ്രുതിയായിട്ട് പോയിട്ട് എടുത്തത് 2000 രൂപയുടെ കോട്ടും സൂട്ടൊക്കെയാണ് എടുത്തിരിക്കുന്നതെന്നൊക്കെ ശ്രുതിനോട് വിശേഷം പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി അമ്മയെ ഏൽപ്പിച്ച പൈസ ചന്ദ്രയെ ഏൽപ്പിച്ചിട്ട് പറയും എൻ്റെ അച്ഛൻ അയച്ചു തന്നതാണ്, ഇപ്പോഴാണ് അത് അക്കൗണ്ടിൽ നിന്ന് ബാങ്കിൽ പോയി എടുത്തുകൊണ്ടും വന്നതാണ്, ഇന്ന് ആൻറ്റി താലി മേടിക്കാനുള്ള കാശെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ ഏൽപ്പിക്കുമ്പോൾ ചന്ദ്രക്ക് സന്തോഷമാവുകയെ കുറേ കാശ് കാണുമ്പോഴേക്കും. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് കണ്ടോ എന്തോരം കാശ് അയച്ചിരിക്കുന്നത്, നീ അച്ഛനോട് ദേഷ്യമൊന്നും കാണിക്കരുത്, എന്ത് സ്നേഹമുള്ള മനുഷ്യനാണ്, അതല്ല ഇത്രയും കാശൊക്കെ അയച്ചിരിക്കുന്നതെന്നൊക്കെ പറയുവാണ് ശ്രുതിനോട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിൻ്റെ അച്ഛൻ്റെ 2ാം ഭാര്യ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും ഇല്ല. ഭാഗ്യം, അല്ലെങ്കിൽ നാട്ടുകാരോടൊക്കെ ഞാൻ സമാധാനം പറയേണ്ടി വന്നാണ്, നിൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അവരും ഈ ചടങ്ങിൽ പങ്കെടുത്താനായിരുന്നു, പക്ഷേ അവർ പാവം പണ്ടേ മരിച്ചു പോയില്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിയുടെ അമ്മ ഇതൊക്കെ കേട്ട് അവിടെ ഇരിക്കുമല്ലേ, അവർക്ക് നല്ല സങ്കടം വരുവേ, കണ്ണീന്നൊക്കെ വെള്ളം വരും. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ സ്ഥിരം കസ്റ്റമർ ആണോ എന്ന് ചന്ദ്ര ചോദിക്കും. അല്ല അവരുടെ കണ്ണീന്നൊക്കെ വെള്ളം വരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും അത് കുക്കുംബറിൻ്റെ വെള്ളമാണെന്നൊക്കെ പറഞ്ഞ് ശ്രുതി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും ശ്രുതിയുടെ അമ്മ കരയുമായിരുന്നേ, ഈ അമ്മ നേരത്തെ മരിച്ചുപോയി, കല്യാണം കൂടാനുള്ള ഭാഗ്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും അവർക്ക് വിഷമം വന്ന് കരയുമായിരുന്നു. ചന്ദ്ര എന്നിട്ട് അവരോട് ആ കസ്റ്റമറാണെന്ന് ഓർത്തിട്ട് റെഗുലർ കസ്റ്റമറാണെന്ന് ഓർത്തിട്ടൊക്കെ വിശേഷം പറയുവാണേ. ഇതെൻ്റെ മരുമോളാ, ഇവളുടെ അച്ഛൻ മലേഷ്യയിലെ വലിയ കോടീശ്വരനാണ്, ഒരുപാട് സ്വർണ്ണങ്ങളൊക്കെ ആയിട്ടൊക്കെയാണ് നാളെ താലിമാറ്റൽ ചടങ്ങിന് വരാൻ പോകുന്നതെന്നൊക്കെ വിശേഷം പറയുവാണ്. ഇവളെ ഞാൻ മരുമോളെ പോലെയല്ല മോളെ പോലെയാണ് നോക്കുന്നത്, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ അമ്മയുടെ കണ്ണൊക്കെ നിറയുവാണ്. വെള്ളം ഒഴുകുമ്പോൾ ശ്രുതി പിന്നെയും പറയും അത് കുക്കുംബറിൻ്റെ വെള്ളമാണെന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുവേ. അങ്ങനെ ചന്ദ്ര പോകുവാണ്. ഞാൻ പോട്ടെ മോളെ, അല്ല ഫേഷ്യൽ ചെയ്യാൻ പറയും അതിൻ്റെ ഇടയിൽ ചന്ദ്ര. അപ്പോൾ ശ്രുതി പറയും വീട്ടിൽ പോയിട്ട് ചെയ്തുതരാം, ഇവിടെ കുറേ ടൈമാവും, ഞാൻ ആൻറ്റിക്ക് വീട്ടിൽ പോയിട്ട് ഫേഷ്യലൊക്കെ ചെയ്തുതരാം എന്നൊക്കെ പറഞ്ഞ് വിടുവാണ്. ചന്ദ്രക്ക് ഏതായാലും പൈസ കിട്ടിയോണ്ട് നല്ല ഹാപ്പിയാണ്, അത് നോക്കി നല്ല ചിരിയൊക്കെ ചിരിച്ചിട്ടാണ് പോകുന്നത്. ശ്രുതി എന്നിട്ട് അമ്മയോട് സോറിയൊക്കെ പറയുന്നുണ്ട്, അമ്മ അതൊന്നും മനസ്സിൽ വെച്ചേക്കരുത്, അമ്മ വിഷമിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയും സാരമില്ല ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അമ്മയും പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചടങ്ങാണ്. നല്ല മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ല വലിയ ഹോളാണ്. മഹിമയും ഭർത്താവ് അവിടെ നല്ല തിരക്കിലാണ് സ്റ്റേജ് ഡെക്കറേഷൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവിടേക്ക് ഇവരൊക്കെ കൂടി വരുവാണ്, ചന്ദ്രയും കുടുംബമൊക്കെ വരുവാണ്. ചന്ദ്രക്ക് ഹോളൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ്. രേവതി ഒന്നുകൂടെ പറയുന്നുണ്ട് സച്ചിയേട്ടാ ഇവിടെ വാ തുറക്കാൻ പാടില്ല, പരിപാടി തീരുന്നത് വരെ വാ തുറക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് നാളത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം. എല്ലാവർക്കും നന്ദി.